ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും കൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ജൂൺ മാസം 6-ാം തീയതിയാണ്. ഇന്ന് 6-ാം തീയതി റിലീസും ജൂൺ മാസം 7-ാം തീയതി റിലീസുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. ബഡേ മിയ ചോട്ടെ മിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പൃഥ്വിരാജ് ഒരു വില്ലൻ വേഷത്തിലെത്തിയ സിനിമയായിരുന്നു. അതുകൂടാതെ പിന്നെ ടൈഗർ ഷ്രോഫ്, അതുപോലെ തന്നെ അക്ഷയ് കുമാർ എന്നിവരൊക്കെ മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ വലിയൊരു പരാജയം നേരിട്ട സിനിമയാണ് ഈ ഒരു സിനിമ. ഏകദേശം 350 കോടി കളക്ഷൻ, 350 കോടി ബഡ്ജറ്റിൽ വന്നിട്ട് 100 കോടിക്ക് താഴെ കളക്ഷൻ ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് മുതൽ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് മുതൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ കണ്ടതാണ്, തിയേറ്ററിൽ കണ്ടതാണ്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്ത സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശരിക്കും ഈ സിനിമ ജൂൺ മാസം 7-ാം തീയതി റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു. സോണി ലീവ് ആയതുകൊണ്ട് തന്നെ അവർ ഏത് ഡേറ്റിനാണോ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് ഒരു ദിവസം മുമ്പേ തന്നെ അവർ സിനിമ റിലീസ് ചെയ്യിക്കാറുണ്ട്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം സോണി ലീവ് വഴി മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തതും സോണി ലീവിൽ റിലീസ് ചെയ്ത ഒരു ഹിന്ദി സീരീസ് ആണ്. ഗുല്ലക്ക് സീസൺ 4 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ഈ ഒരു സീരീസും ജൂൺ മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സീരീസ് ആയിരുന്നു. പക്ഷേ ഒരു ദിവസം മുമ്പേ തന്നെ ഈ ഒരു സീരീസ് റിലീസ് ചെയ്തു. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് സോണി ലീവ് വഴി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് തന്നെയാണ്. ഒരു ഇംഗ്ലീഷ് സീരീസാണ്. സ്വീറ്റ് ടൂത്ത് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ ഫൈനൽ സീസണാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളെ നോക്കാം. അതായത് ജൂൺ മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും. അതിൽ ഒന്നാമത്തത് ഒരു കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ബ്ലാക്ക് ഔട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമാണ്, മറ്റു ഭാഷയിൽ വരുമോ എന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്തായാലും റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് ബൂമർ അങ്കിൾ എന്ന് പറഞ്ഞൊരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. യോഗി ബാബു ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത റൊമാൻറ്റിക് ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹിറ്റ്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഹൻസിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. 105 മിനിറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ ആഹാ തെലുങ്കിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത ഒരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ഹൈയാർക്കി ആണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇന്ന് രാത്രി 12 ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ സിനിമയുടെ മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തമിഴ് അടക്കമുള്ള ഭാഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് അക്കുവിന്റെ പടച്ച എന്ന് പറഞ്ഞ സിനിമ. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, ചിലപ്പോൾ നാളെ വൈകിട്ടോട് കൂടിയായിരിക്കും ഈ ഒരു സിനിമ പിന്നെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇപ്പോൾ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. ഇനി പുതിയ സിനിമകളൊക്കെ ചിലപ്പം എന്താ പറയുക, പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നേക്കാം. ചിലപ്പോൾ വേറെയും സർപ്രൈസ് റിലീസുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമകൾ അങ്ങനെ സർപ്രൈസുകളൊന്നും വരാറില്ലെങ്കിലും ഇന്ന് ഏതെങ്കിലും സർപ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കുന്ന രാത്രി 12 ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സർപ്രൈസുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഒരു സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ജെന്നിഫർ ലോപ്പസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും